ഒരു സെക്കൻഡ്, വീഡിയോ കാണുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ സബ്സ്ക്രൈബർ ഫാമിലിയിൽ മെമ്പറാകാൻ മറക്കല്ലേ. ഹലോ ഗൈസ്, നമസ്കാരം എല്ലാവർക്കും. കഴിഞ്ഞ എപ്പിസോഡ് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ കാണാൻ പോകുന്ന യുഎയിലെ തന്നെ ചാമ്പ്യൻ്റെ കൂടെ ഒരു ഹവർ ബോർഡ് അതുപോലെ ഷാർക്ക് ബോട്ടിൻ്റെ വീഡിയോ ആണെന്ന്. ഏതായാലും ഞാൻ പറഞ്ഞ വാക്ക് പാലിക്കുന്നു ഗൈസ്. ഞാനിപ്പോൾ ഉള്ളത് ജുമൈറയിലാണ്. ജുമൈറ ബീച്ച് ഹോട്ടലിലൊക്കെ ഇപ്പറായിട്ട് ബീച്ചിലുള്ളത്. ഇതേ നമുക്കിവിടെ കാണാം. ഇതാണ് നമ്മളിന്ന് കാണാൻ പോകുന്ന ഷാർക്ക് ബോട്ട്. ഇതാണ് പിന്നെ ഫ്ലൈ ബോർഡ്, വെള്ളത്തിൽ നിന്ന് ഡാൻസ് കളിക്കുന്ന സംഭവമില്ല, ഫ്ലൈ ബോർഡ് വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ പൊന്തിയൊക്കെ കളിക്കുന്നത്, അതാണ് സംഭവം. കണ്ടോ, ഇതാണ് ആ സംഭവം. ഈ രണ്ട് സംഭവം കൂടെ നമുക്ക് ചെയ്യാൻ പോകുന്നത് ഇദ്ദേഹമാണ്. ഞാൻ ഇൻട്രൊഡ്യൂസ് തരാം. ഹായ്, അസ്സാം വലൈക്കും. ഓക്കെ, മനാൽ മർസൂക്കി മൂപ്പര് ഇവിടുത്തെ ചാമ്പ്യനാണ്, യുഎയിലെ ചാമ്പ്യനാണ്. ഓൾസോ എന്താ പറയുക, ഫ്ലൈ ബോർഡിൻ്റെ ഉസ്താദാണ്. ഉസ്താദ് മാത്രമല്ല, ഷാർക്ക് ബോർഡിൻ്റെ ഉസ്താദാണ്. ഇന്ന് നമ്മൾ സോറി, ഐ ആം യൂസിങ് മൈ ലാംഗ്വേജ്. ഓക്കെ, നോ പ്രോബ്ലം, റൈറ്റ്? ഓക്കെ, ഫൈൻ. സോ എനിവേ, താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. ബിക്കോസ് മൂപ്പര് ഏർലി മോർണിംഗ് തന്നെ ഇവിടെ വന്നു, കാര്യങ്ങൾ ഒക്കെ സെറ്റപ്പ് ആക്കുന്നുണ്ട്, നമുക്കിവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തരുന്നുണ്ട്. താങ്ക്സ് ടു ഇക്ബാൽ ചാ, നമുക്കിങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിന്. സോ വി ആർ ഗോയിങ് ടു സീ യുവർ സ്റ്റണ്ട്സ്. Ready to see the action. വളരെ ഹാപ്പി മൊമെൻ്റ് ആണ്, കാരണം ഒരു UAE നാഷണൽ ചാമ്പ്യനാണ് നമ്മുടെ കൂടെയുള്ളത്. എല്ലാവർക്കും കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി അല്ല കേട്ടോ, വളരെ റെയറായിട്ട് കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. മൂപ്പർ ആകെ വീഡിയോയിൽ ഈ പറഞ്ഞ കുറച്ച് ബ്ലോഗേഴ്സിലൂടെ മാത്രമേ വീഡിയോയിൽ വന്നിട്ടുള്ളൂ. നമ്മുടെ ഇക്ബാൽ ബ്രോ ആണ് നമുക്ക് ഇങ്ങനെ ഒരു ചാൻസ് ഉണ്ടാക്കി തന്നത്. പിന്നെ വേറെ കാര്യം, ഇന്ന് നമ്മൾ ഫ്ലൈ ബോർഡ് ഉണ്ട്, അതുപോലെ തന്നെ ഷാർക്ക് ബോർഡ്, രണ്ട് കാര്യങ്ങളുണ്ട്. പക്ഷേ രണ്ടും നമ്മൾ രണ്ട് വീഡിയോയിലായിട്ടാണ് ചെയ്യുന്നത്, കാരണം ഒരുപാട് കണ്ടൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം പിന്നെ ഫ്ലൈ ബോർഡോ ഷാർക്കോ ഏതെങ്കിലും ഒന്ന് ചെയ്യാം, അത് കഴിഞ്ഞിട്ട് മറ്റേത്. അപ്പോൾ രണ്ടും രണ്ട് എപ്പിസോഡായിട്ട് നമുക്ക് കാണാം കേട്ടോ. മൂപ്പരൊരു ബോർഡ് എടുക്കാൻ പോയിട്ടുണ്ട്, കാരണം നമ്മൾ കടലിലേക്ക് പോകണം. കടലിലേക്ക് പോയാൽ മാത്രമേ നമുക്ക് പിന്നെ ഇത് വിഷ്വൽസ് കറക്റ്റായിട്ട് എടുക്കാൻ പറ്റും. ഇപ്പുറത്തെ സൈഡൊക്കെ ഒരു എന്താ പറയുക, ആൾക്കാർ കുളിക്കുന്ന ഏരിയ ആണ്, എനിക്ക് ഓപ്പോസിറ്റാണ്, അതുകൊണ്ടാണ് അങ്ങോട്ടേക്ക് ക്യാമറ ഫോക്കസ് ചെയ്യാത്തത്. ഓക്കെ, ഇതാണ് ഷാർക്ക് ബോട്ട്. ഷാർക്ക് ബോട്ട് പേര് പോലെ തന്നെ ഷാർക്കിൻ്റെ ഡിസൈൻ, ആ ഒരു സ്രാവിൻ്റെ ഡിസൈനിലുള്ളത്. കളർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ സൈഡ് നമുക്ക് ചെറിയൊരു ചിറക് കാണാൻ പറ്റും, കണ്ടോ. പിന്നെ പുറകിൽ അതുപോലെ തന്നെ ചെറിയ രണ്ട് ചിറക് ഇതേ പുറകിലുണ്ട്. ഈ ബാക്ക് നാളും ഫ്രണ്ട് നാളും കാണുമ്പോൾ ശരിക്കും ഒരു സ്രാവിൻ്റെ ആ ഒരു ഫീലാട്ടോ. സൂപ്പർ സംഭവമാണ്, കാണാനും അടിപൊളി മൊത്തത്തിൽ. പിന്നെ രണ്ട് പേർക്ക് ഇതിനകത്ത് ഇരിക്കാൻ പറ്റും, ഞാൻ കാണിച്ചു തരാം. രണ്ട് പേർക്ക് ഇരിക്കാൻ പറ്റും ഇതിൻ്റെ അകത്ത്. കൺട്രോൾ പാനൽ ഈ രണ്ട് ഗിയേഴ്സാണ്, ഫ്രണ്ടും ബേക്കും ആക്കുന്നത് ഈ രണ്ട് ഗിയേഴ്സ് കേട്ടോ. അവിടെ ഒരു സ്പീഡോമീറ്റർ ഉണ്ട് അവിടെ ആയിട്ട്. പിന്നെ ഇവിടെ ഒരാൾക്കിരിക്കാം, പുറകിൽ ഒരാൾക്കിരിക്കാം. വളരെ ചെറിയൊരു സ്പേസ് ആണ്. പിന്നെ ഉള്ളിൽ ഇന്ത്യയിലൊക്കെ ഇവർ UAEയുടെ ഫ്ലാഗിൻ്റെ ഡിസൈനിലാണ് ചെയ്തിട്ടുള്ളത്. ഇതിപ്പം ക്ലോസ് ആയി കഴിഞ്ഞാൽ വളരെ ഹൈ സ്പീഡിൽ പോകുന്നതിന് മുതലായിട്ട്. ഷെബീർ ഫോട്ടോഷൂട്ട് എടുക്കുന്നുണ്ട് ഇവിടെ. പിന്നെ നമ്മൾ പറയാൻ ചെറിയ തിരുത്തുണ്ട് കേട്ടോ, ഇത് ഷാർക്കല്ല. മൂപ്പരുടെ അടുത്ത് ഷാർക്ക് ഉണ്ട്, ഡോൾഫിൻ ഉണ്ട്, ഇത് തിമിംഗലത്തിൻ്റെയാണ്. 3 ഡിസൈൻസ് മൂപ്പരുടെ അടുത്തുണ്ട്. ഈ സാധനം തിമിംഗലത്തിൻ്റെ ഷേപ്പിലാണ് ചെയ്തിട്ടുള്ളത്. 3 ബോട്ട് മൂപ്പരുടെ അടുത്ത് ഓൾറെഡി ഉണ്ട് കേട്ടോ. ഇതിനെത്ര പൈസ അറിയോ? $1,15,000 എന്ന് വെച്ചാൽ ഏകദേശം നാട്ടിലത്തെ ഒരു കോടി രൂപയുടെ അടുപ്പിച്ചായിട്ട് ഈ ഒരു മുതലിൻ്റെ വില. പിന്നെ ഇതിൻ്റെ വില കൂടാൻ കാരണം ഇതിന് ഇവിടെ ഹൈഡ്രോളിക് വരുന്നുണ്ട്. ഇതിൻ്റെ അകത്തേക്ക് ഹൈഡ്രോളിക് പോയിട്ട് മുകളിലേക്ക് വരും, അതുകൊണ്ട് വെയിൽ. അപ്പോൾ ഷാർക്ക് ഇതല്ല, ഷാർക്കിൻ്റെ ഫ്രണ്ടിൽ പിന്നെ ഇവിടെ ഇങ്ങനെ പല്ലിൻ്റെ ഒക്കെ കാണാൻ പറ്റും. ഞാൻ ആദ്യം വിചാരിച്ച് മൂപ്പര് പെയിൻറ്റ് മാറ്റി അടിച്ചതിനോട് സംശയം. അപ്പോൾ ഞാൻ ഇപ്പോൾ ചോദിച്ചു, ഇത് ഷാർക്കല്ലല്ലോ. മൂപ്പരാണല്ലോ ഈ ഷാർക്കല്ല, ഇത് തിമിംഗലത്തിൻ്റെ ഡിസൈനാണ്. അതും പിന്നെ 300 ഹോഴ്സ് പവറാണ് ഇതിൻ്റെ പവർ വരുന്നത്. മെയ്ഡ് ഇൻ USA കേട്ടോ. മൂപ്പർ പറഞ്ഞ് കസ്റ്റമൈസ് ചെയ്തിട്ട് അവർക്ക് വേണ്ടതുപോലെ ഉണ്ടാക്കിയത്. ഇത്രയും പൈസൻ്റെ മുതൽ, എൻ്റെ പവർ വരട്ടെ, പണം പോട്ടെ, പവർ വരട്ടെ, അതല്ലേ, പവർ വരട്ടെ. അങ്ങനെ മൂപ്പര് വണ്ടി സ്റ്റാർട്ടാക്കാൻ പോവുകയാണ്. ഇതിനിവിടെ റൈഡ് പോകണം, ഒരാൾക്ക് മാത്രം റൈഡ് പോകാൻ പറ്റും. ഞാൻ ഓപ്പർച്യൂണിറ്റി ആദ്യം ഞാൻ ഷെബീർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ എവിടെയും പോയി ആദ്യം നമ്മുടെ കൂടെയുള്ളവരെ എൻജോയ് ചെയ്തിട്ട് ബാക്കി ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ എൻജോയ് ചെയ്താൽ മതി. ഷെബീറ അങ്ങനെയല്ല, ഷെബീറ ക്യാമറ എടുത്തിട്ട് ഉള്ളിൽ പോയിട്ട് കറക്റ്റ് ഒരു വ്ലോഗ് ചെയ്യണേ. എന്തൊക്കെയാണ് സ്പീഡ്, എങ്ങനെയുണ്ട്, മൂപ്പർ എങ്ങനെയാണ്, ഓക്കെ ആണോ, അഡ്വഞ്ചറസ് ആണോ ഒക്കെ കംപ്ലീറ്റ് നീ പറയണം, റിവ്യൂ ചെയ്യണം കേട്ടോ. ഓക്കെ, ദിസ് ഗായ് ഹീസ് എ പ്രൊഫഷണൽ മോട്ടോർ ബൈക്ക് സ്റ്റണ്ടർ ഫ്രം അവർ പ്ലേസ്. സോ ഹി വിൽ ബി കമ്മിങ് വിത്ത് യു. ഹീ ഈസ് എ ബെസ്റ്റ് ഗായ്. And make sure you are not under 60 km speed, okay? And do a lot of stunts. He's professional? Yeah, he's a professional stunter. Very good. I will give you some information about driving this. Okay. You can see this handlebar. Okay. This is the main using the vehicle, and this one the throttle. Okay, this one is the throttle. Yeah, this one the throttle. Okay. This one the main switch for start the engine. Okay.
and this dashboard. You can see there is millage pump for the safety, fan. Okay. There is sound system also. Okay. So yeah, I will. So what about this thing? The fence. Is it working? Yeah, working for sure. Okay. ഇതാണ് ഇടത്തും വലത്തൊക്കെ തിരിക്കുന്നത്. Yeah. Okay. The handlebar use moving this one. This is the main movement. Okay, fine. So the rear one? Rear one with your feet. ഓക്കെ. പക്ഷെ ആ പുറകിലത്തെ സാധനം കണ്ടോ, അത് കാലിനെ കൊണ്ടാണ് അവർ കൺട്രോൾ ചെയ്യുന്നത്. ഈ ലിവർ ഇല്ലേ, ഈ ലിവർ മുമ്പോട്ടും വേഗോട്ട് ആക്കുന്ന അനുസരിച്ച് ഇതും വരും. ഇത് ഈ രണ്ടെണ്ണം കേട്ടോ മെയിനായിട്ട് കൺട്രോൾ വരുന്നത്. ഓക്കെ. സോ ഹൗ മച്ച് ഈസ് എ ഫ്യൂൽ കപ്പാസിറ്റി? Fuel, it's taking like around 30 liter. 30 liter? Yeah, you can use it around 1 hour and a half. 1 hour and a half for 30 liter? Yes. Oh, it's made so powerful. Yeah. Okay. And the speed, it's like 95 kilometer. 95 kilometer maximum speed. So how much seconds you need to reach that speed? Once you started from here, how much second you need? Maybe 12 to 15 seconds. That's a great speed. Because it's like big supercharge with 300 horsepower. Mhm. With this small hull, you know, it's like really powerful. ഓക്കെ, ഫൈൻ. പിന്നെ മൂപ്പരുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ ഒരുപാട് ഫോട്ടോസ് ഉണ്ട് കേട്ടോ. യു ക്യാൻ ഗോ ആൻഡ് വാച്ച് ഹിസ് ഫോട്ടോസ് ഓൺ ഇൻസ്റ്റാഗ്രാം. You are ready? Yeah, ready. No, he's ready. Look at his eyes. പേടിയുണ്ടോ? Scared? Little bit. Okay. പേടിയുണ്ടോ? ഇല്ല. സത്യം പറഞ്ഞേ. ഓടിക്കഴിയുമ്പോ പേടിയുണ്ടോ? ഇത് നല്ല നാഷണൽ ചാമ്പ്യനാണ്. ഓൻ ആ ലെവൽ ഓടിക്കും. ലോക്കൽ ഒന്നല്ല, നാഷണൽ ചാമ്പ്യന്റെ സ്പീഡ് എടുത്തിട്ട് ഓടിക്കും. എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ എല്ലാം ചെയ്യണം. എന്റെ പേര് വന്നിട്ട് ഇതും കൂടി എക്സ്പീരിയൻസ് ചെയ്യണം. നീ പോകണ്ട ഏതായാലും. അത് മറിച്ചിടോ? എന്തായാലും മറിച്ചിടും. Ready? Yeah, he's ready. So മൂപ്പര് സെയിൽ ചെയ്യുന്നുണ്ട്. ഇതേ സാധനം പോകുന്നുണ്ട്. യെസ്, മൂപ്പര് പോയി. Seabreacher, ടാറ്റാ. എന്തായാലും ബാക്കിയുണ്ട് അവിടെ. എക്സ്പേർട്ട് ഡ്രൈവർ, ഡോണ്ട് വറി. സൗണ്ട് ഉണ്ട് നിങ്ങൾ? പോകലുണ്ട്. വാവ്, റെഡി, സ്ട്രൈറ്റ് ആക്കിയിരുന്നു. സെറ്റപ്പിൽ പോകുന്നില്ല കേട്ടോ ഗൈസ്. മൂപ്പർ ക്രോസ് ചെയ്ത്. എൻ്റെ മോനെ, ഇപ്പോഴാണ് സംഭവം ശരിക്കും കേട്ടോ. സംഭവം ഇപ്പോഴാണ് സംഭവം പാറാൻ തുടങ്ങി കേട്ടോ. ഷെബീർ അഞ്ഞാലും കത്തുണ്ട് ഇപ്പോൾ. ചേരിച്ചിട്ടല്ലേ പോകുന്ന. പാവം ഷെബീർ മിക്സിയിലിട്ട് അടിച്ച തേങ്ങ പോലെ ചമ്മന്തി ആയിട്ടുണ്ടാവും. ക്ലോസ് ചെയ്തിട്ടുണ്ട്. പടച്ചോൻക്കറിയാൻ എന്താ ഉണ്ടാവും.
എന്റെ മോനെ തല കുത്ത ഇരിഞ്ഞിട്ടൊക്കെയാ ഒരെടുത്ത് തല കുത്തിയിട്ടോ സാധനം എടുത്തിട്ട്. ഷെബീറിന്റെ വീഡിയോ നമുക്ക് അതിൽ കാണാം. അയ്യോ പാവ ഷെബീറിന്റെ മുഖം നമ്മൾ കാണുന്നുണ്ട് ഇതിലേക്കൂടെ മക്കള്. അങ്ങനെ ഒരു 3-4 മിനിറ്റോളം കറക്കി ലാസ്റ്റ് ഷെബീറിനെയും കൂട്ടി മൂപ്പര് വരുന്നുണ്ട്. നമുക്ക് ഷെബീറിന് എക്സ്പീരിയൻസ് വെച്ച് നോക്കട്ടെ. എടാ ട്രോൾ ചെയ്യാൻ വേണ്ടി കുറച്ച് ആ പൈസ കാണിച്ചെന്ന് ഒന്ന് ട്രോൾ ചെയ്യട്ടെ മക്കളെ, ഒന്ന് ട്രോൾ ചെയ്ത മക്കളെ. ഷെബീർക്കാരൻ പോകാൻ കണ്ടെന്ന് തോന്നുന്നു. എന്തോ അടിപൊളിയാടാ. He's saying you are great. തുള്ളിക്ക് വാ. എന്ത് തോന്നുന്നടാ സംഭവം എങ്ങനെയുണ്ട്? സംഭവം അടിപൊളിയാ മോനെ. ഉഷാറല്ലേ സാധനം? ഉഷാറല്ല നോക്കിട്ട് നോക്ക് ഇറങ്ങല്ല. കാല് സത്യം പറ. ഞാനാരാ അമ്മിണി? ദുൽഖർ സൽമാൻ അല്ലേ? എടാ പിന്നെ തല കുത്തനെ പറഞ്ഞ എന്ത് ഫീൽ ചെയ്ത്? എനിക്ക് തല കുത്തനെ പറഞ്ഞ എന്ത് ഫീൽ ചെയ്ത്? ആ ഒരു സെക്കൻഡിലേക്ക് മൊത്തം കറങ്ങിട്ട് വരുന്നുണ്ട്. അടിയിൽ ഈ സംഭവം നേരെ തിരിഞ്ഞിട്ട് കടലിന്റെ അടിയിൽ സംഭവം കളർ മൊത്തം ബ്ലൂ കളർ. നല്ല രസമുണ്ട്. ഫീൽ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? എൻ്റെ അപ്പുറം വന്നാൽ എനിക്ക് മെച്ചം കണ്ടാ നീ ഇടക്കിടക്കേ പറയല്ല. എനിക്ക് ഇത്ര നല്ല മുതലാളി എഴുന്നേരം കിട്ടുവാ. മുതലാളി ഒരു ചെറ്റയല്ല. അങ്ങനെ മതി. കാണോ ഓന് കഴിഞ്ഞ വീട്ടിലോട് പറഞ്ഞത് ചെറ്റ ആവരുത്. നല്ല മുതലാളിയാണ്. ചങ്ങായില്ലേ ഓൻ അടിപൊളിയാ, ഒന്നും പറയാനില്ല. സൂപ്പറല്ലേ? പൊളിയല്ലേ? ജസ്റ്റിലൂടെ ചെക്കാൻ തരും. ഈ സാധനം വന്നിട്ട് സീറ്റ് നിറഞ്ഞിട്ട് തലടിക്കൂലേ? തലടിക്കും. ഷുവറല്ലേ? തലാണെങ്കിൽ പൊട്ടിക്കില്ലല്ലേ? Because he's a smiling kid. I just want to see him crying. കരയടാ എല്ലാം കരയണോ? എല്ലാം വേണോ? റെക്കോർഡ് നിന്റെ കരച്ചിൽ എനിക്ക് മെയിൻ ആയിട്ട് കാണാം. ബെൽറ്റ് സീറ്റ് ബെൽറ്റ് കേട്ടോ. ഐ വാണ്ട് ടു സീ യു ആർ ക്രൈങ്. ഒരു കാര്യമില്ല പക്ഷെ പിടിച്ചു. Yeah, smile. Keep smiling. Keep smiling. നമുക്ക് ജസ്മോന്റെ ഫേസ് ഒന്ന് കണ്ടു. ജസ്മോ പോകുന്ന ഫേസ് അടിപൊളി കാഴ്ചയാണ് ഗൈസ്. നമ്മൾ കാണാൻ പോകുന്നത് ജസ്മോൻ ഇതാ ഷാർക്ക് ബോട്ട് കയറി പോവുകയാണ്. സംഭവം ഞാനെന്താ പോകാത്ത വെച്ചാൽ ഇപ്പം പോവാം, ഓഫ് കോഴ്സ് കുഴപ്പമില്ല. പക്ഷേ എന്നാലും ഇവർ രണ്ടുപേരും പോയിട്ട് വരട്ടെ. അതാ നല്ലത്. കാരണം എനിക്കെപ്പോഴും ഇൻഷാല്ലാ ഇനിയിപ്പോൾ ദുബൈയിൽ തന്നെ ഉണ്ടാവും നമുക്ക് എന്താ ചെയ്യാൻ പറ്റും. പക്ഷേ ഇവർക്കൊന്നും ചെയ്യാൻ ചാൻസ് കുറവാണ്. അപ്പോൾ നമ്മുടെ കൂടെ വന്ന് ആദ്യം അവർ ഹാപ്പി ആയിട്ട് നമുക്ക് ഹാപ്പി ആകും. ആരും റെഡി? ജസ്മോൻ റെഡി?
അത് ചിരിയാണോ കരച്ചിലാണോ? അത് ചിരിയാണോ കരച്ചിലാണോ? പറടാ, ചിരിയാണോ കരച്ചിലാണോ? പോട്ട് 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 പോട്ട്. ജസീലിന് ഡബിൾ സ്പീഡ് കൊടുക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ജസീലിനെ മനസ്സിലായില്ല. ജസീലിനെ കൂടി പോകുന്ന ഇവിടത്തേക്ക് അറിയാം. ഡബിൾ സ്പീഡാണ് ജസീലുള്ളത്. തല കഴിയുമ്പോ തല കുത്തിട്ട് പോയിട്ടോ. ഇറങ്ങിക്കോ. എങ്ങനെയുണ്ട്? അടിപൊളി, ഒരു രക്ഷയില്ല. ഏതാ നീ UAE വന്നിട്ട് ചെയ്ത ഏറ്റവും ബെസ്റ്റ് ആക്ടിവിറ്റി? ഇത് കിടിലത്. എന്നാലും മിനിറ്റേ ഉള്ളൂ, പക്ഷേ സാധനം അടിപൊളി. മെയിനായിട്ട് ഇത് ടൂറിസം ഒന്നല്ല, മൂപ്പര സ്വന്തം ഓൺ പ്രോപ്പർട്ടിയാണ്. നമുക്ക് മൂപ്പർ ഓപ്പർച്യൂണിറ്റി തരുന്നേ ഉള്ളൂ, അല്ലാതെ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് കയറുന്നല്ലോ കേട്ടോ. മാത്രമല്ല ഇത്ര എക്സ്പേർട്ട് ഡ്രൈവറിൻ്റെ കൂടി നടക്കും തന്നെ അറിയില്ല. അടുത്ത നമ്മുടെ ബോട്ടിൽ കയറാൻ പോകണം നമ്മുടെ സ്വന്തം കാസർഗോഡുകാരുടെ ഇക്കിച്ച. പ്ലീസ് ചിരിച്ചുകൊണ്ട് പോകൂ, കരഞ്ഞുകൊണ്ട് വരൂ. ചിരിച്ചുകൊണ്ട് പോകൂ, കരഞ്ഞുകൊണ്ട് വരും. ഞാൻ കറക്റ്റ് നിലവിളിയിലെടുക്കുവേ, ഉറപ്പാണ്. പോകുന്ന പോലെ വരുമല്ല. നോക്കട്ടെ. ഫസ്റ്റ് ക്യാപ്പ്, ഗ്ലാസ് തിരിച്ചു വാ, എന്നിട്ട് നമുക്ക് നോക്കാം. നമ്മൾ ഇക്ബാൽ ബ്രോ ആണ് പോകുന്നത്. റൈഡ് കഴിഞ്ഞ് നമ്മുടെ ഇക്ബാൽ ചാ എത്തിയിട്ടുണ്ട്. തല ഇങ്ങനെ കറങ്ങുന്നുണ്ടോ? ഉണ്ടോ? എല്ലാവരും കഴിഞ്ഞു കേട്ടോ. ഇപ്പം ഞാൻ എന്തുകൊണ്ടോ ചെയ്യാന്ന് വെച്ചാൽ ഓൾറെഡി പിന്നെ 3 ആൾ ചെയ്തു, പിന്നെ നമ്മൾ ഓവർ ബുദ്ധിമുട്ടുക ശരിയല്ല. അപ്പം എനിക്ക് കുഴപ്പമില്ല, എനിക്ക് പിന്നെ ഈ ഓപ്പർച്യൂണിറ്റി എടുക്കണം. ഞാനും മുമ്പ് നമ്മൾ നല്ല ക്ലോസ് ആയിരുന്നു, അപ്പോൾ ഇനിയും ചെയ്യാൻ പറ്റും. അപ്പം പിന്നെ അതിനകത്ത് കയറുമ്പോൾ നല്ല ചൂടാണ്, AC ഒന്നും ഇല്ലല്ലോ, നല്ല ചൂടാണ്. പിന്നെ വെള്ളമൊക്കെ ഉള്ളിൽ വരും. അപ്പോൾ ഇവിടുന്ന് പോകുമ്പോൾ അവർ ആ ടോപ്പ് പൊക്കിയിട്ടാണ്, ഈ ടോപ്പ് ഉണ്ട് ഇതിങ്ങനെ പൊക്കിയിട്ടാണ് പോകുന്നത്. പൊക്കി പോയിട്ട് അവിടുന്ന് സ്റ്റണ്ടിങ് തുടങ്ങുന്നതിന് മുമ്പ് മാത്രം ക്ലോസ് ചെയ്തിട്ടാണ് സ്റ്റണ്ട് ചെയ്യുന്നത്. കാരണം നല്ല ചൂടാണ്, AC കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ കണ്ടോ, ഈ കാണുന്ന മുഴുവനും സാധനങ്ങളും ഒരു ബോട്ടൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട്, ഡിപ്രസിറ്റ് ബോട്ടൊക്കെ കിടക്കുന്നുണ്ടോ. ഇതൊക്കെ ഇദ്ദേഹം ഞങ്ങൾക്ക് വേണ്ടി ഇവിടെ ഇറക്കിയതാണ്. ഒരുപാട് സന്തോഷം, ഒരുപാട് പ്രൗഡ് മൊമെൻ്റ് ആണ്. കാരണം ഒരു മറ്റ് രാജ്യത്തു നിന്നുള്ള ഒരു യൂട്യൂബർക്ക്, അതും അത്ര വലുതല്ലാത്ത എന്നെ പോലെ ചെറിയൊരു യൂട്യൂബർക്ക് വേണ്ടി ഒരു UAE പൗരൻ അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് കാര്യങ്ങളൊക്കെ ബീച്ചിൽ കൊണ്ടുവന്ന് നമുക്ക് അവരുടെ മുമ്പയുടെ സമയം കളഞ്ഞ് ഇവിടെ വന്ന് മുമ്പ് നമുക്ക് അതിൽ കയറാനുള്ള ചാൻസ് തന്ന് ഒരുപാട് ആക്ടിവിറ്റികൾ ചെയ്ത് ഒരുപാട് സന്തോഷമുണ്ട്. നമുക്ക് ഏതായാലും മുപ്പരോട് താങ്ക് യു പറഞ്ഞ് നമുക്ക് എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാം. ഗൈസ്, ഏതായാലും പിന്നെ ഇതാണ് നമ്മുടെ തിമിംഗല ബോട്ട്, ഷാർക്ക് ബോട്ട്, തിമിംഗല ബോട്ട്, ഡോൾഫിൻ ബോട്ടൊക്കെ ഉണ്ട്. വേറെ കാര്യം, ഇതൊന്നും ഇവിടുത്തെ ടൂറിസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ല കേട്ടോ. എന്ന് വെച്ചാൽ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്, മൂപ്പരുടെ പേഴ്സണൽ സാധനമാണ്. അങ്ങനെ എല്ലാവർക്കും ഒന്ന് കയറാൻ പറ്റുന്ന മുതലൊന്നുമല്ല. നമുക്ക് ഒരുപാട് ലക്കുണ്ട്, കാരണം നമുക്ക് അതിനുള്ള ഓപ്പർച്യൂണിറ്റി. താങ്ക് യു സോ മച്ച് from my side and from my subscribers, because we got a chance to see this and enjoy this. Okay, you are welcome. Yeah.
സോ താങ്ക് യു സോ മച്ച്. നിങ്ങൾക്കും കമൻറ്റ് ബോക്സിൽ താങ്ക് യു പറയാം. മൂപ്പരുടെ ഓക്കെ, ഐ എം ഓൾസോ മെൻഷനിങ് യുവർ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഓൺ ഡിസ്ക്രിപ്ഷൻ. സാർ ഓക്കെ? ഓക്കെ, യു ക്യാൻ ടെക്സ്റ്റ് ഹിം ആൻഡ് സേ താങ്ക് യു. എല്ലാവരും മൂപ്പർക്ക് മെസ്സേജ് ചെയ്യാം, ഇൻസ്റ്റയിൽ താങ്ക് യു പറയാം, കമൻറ്റ് ബോക്സിൽ മൂപ്പർക്ക് താങ്ക് യു പറയാം. കാരണം ഇത് മാത്രമല്ല, മൂപ്പരുടെ ഒരുപാട് ഫോട്ടോസും വീഡിയോസൊക്കെ മൂപ്പരുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലുണ്ട്. എല്ലാവരും കയറി ഒന്ന് ചെക്ക് ചെയ്യാട്ടോ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് മൂപ്പരുടെ തന്നെ മെയിൻ സ്റ്റണ്ടായ മൂപ്പര് UAE ചാമ്പ്യനാണിത് അപ്പം കിടക്കുന്നതിൻ്റെ മുതൽ അത് ചെയ്യാനാണ് നമ്മൾ പോകുന്നത്. അതിന് നമുക്ക് കാണാം അടുത്ത എപ്പിസോഡ് കേട്ടോ. എന്താ പറയുക, ഒരുപാട് നന്ദി സപ്പോർട്ട് ചെയ്യുന്നതിന്. ഒരുപാട് കളർഫുൾ എപ്പിസോഡ്സ് നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായി എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറന്നു പോരുതേ. അടുത്ത എപ്പിസോഡ് നമുക്ക് മൂപ്പരുടെ കിടിലം ഫ്ലൈബോർഡ് എപ്പിസോഡുമായിട്ട് കാണാം. വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.